അല്ല, അത് എല്ലാവരും വിശദീകരിക്കട്ടെ, BJP നേതൃത്വമൊക്കെ വിശദീകരിക്കട്ടെ. ഒരു ആരോപണം വന്നിരിക്കുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ചു. പക്ഷെ ആ സ്ത്രീ ആരാണ് എന്ന ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അത് ശരിയാണെന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ. BJP നേതൃത്വം പറയട്ടെ, ഒരു സ്ത്രീയുടെ പരാതിയിൽ മേൽ എന്താ അവർ ചെയ്യാൻ പോകുന്നെന്ന് പറയട്ടെ. രാജീവ് ചന്ദ്രശേഖർ ഭയങ്കര പൊട്ടിത്തെറിയല്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ വന്നപ്പോൾ. അപ്പം അദ്ദേഹം എന്താണ് നടപടി എടുക്കുന്നതെന്ന് നോക്കട്ടെ, കാണാമല്ലോ നമുക്ക്. നിങ്ങൾക്കതൊന്നും അത് അങ്ങനത്തെ കേസല്ല. എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി പറഞ്ഞേക്കണം എന്താണെന്ന് കേട്ടോ, നിങ്ങൾ വായിക്കും. കോടതിയിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു 22 ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ആ കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് പറഞ്ഞത് എന്താണെന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ആ വിധി, അത് വിധി വായിച്ചു നോക്കും. അല്ല, അതൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് വിശദീകരണം നൽകിയതാണ്. എന്തുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാതിരുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറയാം. ഇനി അതിൽ ചർച്ചയില്ല, ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇനി അതിലൊരു ചർച്ചയില്ല. അതിന്റെ വിധി പുറത്തു വരട്ടെ. കഴമ്പൂല എന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. കഴമ്പൂല ഇപ്പോ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ ഹൈക്കോടതി തുടർച്ചയായിട്ട് ഒരു കേസ് എന്റർടൈൻ ചെയ്യുന്നില്ല, ഒരു കേസും പരിശോധിക്കുന്നില്ല. അത് കോടതിയുടെ പുതിയ ഇതാ. അതുകൊണ്ട് ഇത് ഇല്ലാതാവില്ലല്ലോ. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക് ക്യാമറയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ. അല്ലല്ല, അത് വിധി വന്നിട്ടില്ലല്ലോ, പുറത്തു വന്നിട്ടില്ലല്ലോ, പരാമർശം മാത്രമേ വന്നിട്ടുള്ളൂ. നോക്കട്ടെ, വിധി പരിശോധിക്കട്ടെ, വിധി പരിശോധിച്ചിട്ട് പറയാം. അതുകൊണ്ട് അത് ഇല്ലാതാവുന്നില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കേസല്ലേ. ഇഷ്ടമുള്ള കമ്പനിക്ക് കൊടുത്ത് ഇഷ്ടക്കാരെ വെച്ച് അത് നടത്തിയല്ലേ, എല്ലാവർക്കും അറിയാം. അതെങ്ങനെയാണ് തല്ലേ? അത് വരട്ടെ തന്നെ, വിശദാംശങ്ങൾ വരട്ടെ, വിശദാംശങ്ങൾ വരട്ടെ തന്നെ. നിങ്ങളെത്തിനെ എത്ര തുള്ളുന്നത്? വിശദാംശങ്ങൾ വരട്ടെ. ഞാൻ മുഖ്യമന്ത്രിയെ പോലെ ഒളിച്ചോടുന്ന ആളല്ലല്ലോ. ഇപ്പം തന്നെ എത്ര ചോദ്യത്തിനായി മറുപടി പറയണം. ഇന്ന് അദ്ദേഹം എത്ര ചോദ്യത്തിന് രാവിലെ മറുപടി പറഞ്ഞു? അല്ല പറഞ്ഞല്ലോ, ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാകണ്ടേ. ഞാൻ പറഞ്ഞു, പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രകോപിതനായ. ഞാൻ എന്താണ് പ്രകോപിതനായത്? ഞാനെന്താ പ്രകോപിതനായത്? ഏത് തരത്തിലാണ് ഇതൊക്കെ പറയാൻ ആരാണ് ഈ പറയുന്നത്? മാധ്യമങ്ങളോട് ഞാൻ പ്രകോപിതനായ? നിങ്ങളോട് ആരുടെയും ഞാൻ ദേഷ്യപ്പെട്ട? നിങ്ങൾ ഒരേ ചോദ്യം 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ചോദിക്കല്ലെന്ന്. ഒരേ ചോദ്യമാണെന്ന് പറഞ്ഞു. നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ വല്ലതും പറഞ്ഞോ? ഞാൻ എല്ലാത്തിനും മറുപടി പറയല്ലേ, എല്ലാത്തിനും മറുപടി പറയല്ലേ. എന്നിട്ട് എനിക്ക് ഉപദേശം, പ്രകോപിതരാവല്ലേ. നിങ്ങൾ ആരെങ്കിലും കയറിയൊരു ശക്തമായ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാറില്ലേ ഉള്ളിറയെന്ന്? എന്നിട്ട് എനിക്ക് ഉപദേശിക്കുക, എന്നെ ഉപദേശിക്കുക. ഞാൻ നിങ്ങളോട് ആരോടും ദേഷ്യപ്പെടാറില്ലല്ലോ. അല്ല, ഞങ്ങളത് ക്ലോസ് ചെയ്തല്ലോ. ഞങ്ങൾ പാർട്ടി ക്ലോസ് ചെയ്തു. ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള മുഴുവൻ വിശദീകരണം ഞങ്ങൾ നൽകി. പിന്നെ വേറെ ആരെങ്കിലും ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറകെ പോവുക. നിങ്ങൾ CPM-നോടല്ലേ ചോദിക്കേണ്ടത്. അവരിത് ചെയ്തില്ലേ, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കണ്ടേ? എന്ത് ചെയ്തെന്ന് ചോദിക്കണ്ടേ? അവരൊക്കെ അതാത് സ്ഥാനങ്ങളിൽ, സുപ്രധാനമായ സ്ഥാനങ്ങളിൽ, താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുകയാണ്. താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കട്ടെ. അതൊക്കെ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വവുമായിട്ട് ആലോചിച്ചിട്ട് അത് വേണ്ട നടപടി ചെയ്യും. അതിനെന്താ കോടതി, ഞാൻ പറഞ്ഞില്ലേ, കോടതി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനെ ഇപ്പം പരിഗണിക്കുന്നില്ല. പണ്ട് ഹൈക്കോടതി ഗൗരവമായി പരിഗണിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. മനസ്സിലായി? അവരത് പരിഗണിക്കുന്നില്ല. അവരത് വേറെ ബോഡിയിൽ പോകണം എന്നുള്ള ലൈനിലാണ് പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാത്രമല്ല, ഇതുപോലത്തെ ഒരു കേസ് കൊടുത്തിട്ട് എത്ര നാളാണ് ഇത് പെൻഡിങ് ഇടുന്നത്? ഒരു താല്പര്യമില്ല കോടതിക്ക്, താല്പര്യമില്ല അത് പരിശോധിക്കാൻ. ഒരു താല്പര്യമില്ല കോടതിക്ക്. അല്ല, അതൊക്കെ നോക്കിയാൽ മതി. നല്ല ഫയലാണത്, അത് നോക്കിയാൽ മതി. വായിച്ചാലല്ല, അതായിരിക്കും അങ്ങനെ പറഞ്ഞത്. അത് നല്ല തെളിവുകളാണ്, എല്ലാ എവിഡൻസും
കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഓരോ കോടതിയുടെ പ്രശ്നമല്ലേ, ഒന്നും അവസാന വാക്കല്ലല്ലോ. വായിച്ചു നോക്കി കാണത്തില്ല മുഴുവൻ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ?